2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ചോതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ നിങ്ങളുടെ തൊഴിലിലോ സംരംഭത്തിലോ ഉണ്ടായ വീഴ്ച നിങ്ങൾക്ക് തന്നെ കണ്ടെത്തി അത് പരിഹരിക്കുവാനായി സാധിക്കുന്നു. അതുമൂലം വിജയത്തിലെത്താൻ സാധിക്കുന്നു. മക്കൾക്കുണ്ടായ മോശമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് നല്ല ആരോഗ്യം അവർക്ക് ലഭിക്കുന്നതിന് സാധിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തടസ്സങ്ങളും മാറിക്കിട്ടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ അഡ്മിഷനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിനോ അങ്ങനെയൊക്കെയുള്ള എല്ലാം പൈസയുടെ കാര്യം അതെല്ലാം മാറിക്കിട്ടുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരമുള്ളവർക്ക് അതെല്ലാം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടുന്നു, ശാന്തമാകുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ ഉയർച്ചയിൽ തടസ്സം നിൽക്കുന്നവരെ നിങ്ങൾക്ക് തന്നെ അവരെ അറിയാൻ സാധിക്കുന്നു. അവർ നിങ്ങളോട് അസൂയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായും അവർ നിങ്ങൾക്ക് അവഗണിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ മിക്കവയും സാധിച്ചു കിട്ടുന്നതിന് സാധിക്കുന്നു. ജീവിതത്തിൽ ആകെ ഒരു അഭിവൃദ്ധി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തൊഴിലിൽ വിജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അധികാരം, കീർത്തി എന്നിവ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ദാമ്പത്യം നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരീരപരമായി ആരോഗ്യം, മാനസികപരമായും ശാരീരികപരമായും ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നു. അതുപോലെ തന്നെ വിശേഷപ്പെട്ട പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് സമ്മാനങ്ങളായിട്ട്. അതുപോലെ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിനും സാധിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അതെല്ലാം ഒരു സമ്മാനമായി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ചിലർക്ക് ഇഷ്ടമല്ലാത്തതും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്തതുമായ ഒരു ജോലി സ്ഥലമാണ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അവർക്ക് നല്ലൊരു ജോലി സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു. അവിടെ അല്ലെങ്കിൽ പുതിയ ഒരു ബെറ്റർ ജോബ് അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ധനസമ്പാദനത്തിന് വേണ്ടി അവർ ഒന്ന് രണ്ട് പുതിയ മാർഗങ്ങൾ കൂടി അവർ കണ്ടെത്തി ഒരു പാർട്ട് ടൈം ജോലി പോയോ അല്ലെങ്കിൽ അല്ലാതെ ഓൺലൈൻ ബിസിനസ് ആയിട്ടൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുമൂലം അവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു. ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പല വിലപ്പെട്ട സമ്മാനങ്ങളും ലഭിക്കുന്നു. ഐശ്വര്യം നിലനിർത്തുവാൻ പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് 3 പൂജകൾ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ പൂജകൾ ചെയ്താലും 8 ഐശ്വര്യങ്ങൾ നിലനിൽക്കും. അതുപോലെ ശ്രീ കുബേരസ്വാമിയുടെ പൂജകൾ ചെയ്താലും 8 ഐശ്വര്യങ്ങൾ നിലനിൽക്കും. അതുപോലെ ശ്രീ മഹാദേവന്റെ പൂജകൾ ചെയ്തിരുന്നാലും കുബേരസ്വാമി പ്രസാദപ്പെട്ട് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുന്നതാണ്. അത് വളരെയധികം താല്പര്യമുള്ളവർ ചെയ്യുക. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ കാട്ടിയാൽ സാമ്പത്തിക നഷ്ടം വരും. അത് നിങ്ങളുടെ ശ്രദ്ധ എവിടെയും അത്യാവശ്യമാണ്. ആരെയും ഏൽപ്പിച്ചിട്ട് സംരംഭത്തിലായിരുന്നാലും നിങ്ങളുടെ തൊഴിലിലായിരുന്നാലും ഒരു നഷ്ടം നിങ്ങളായിട്ട് ഉണ്ടാക്കി വയ്ക്കരുത്. അതായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് കാരണം. അതുപോലെ ഇനി ചോതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 15 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ചെറു പ്രായത്തിലെ തന്നെ ഈ കുട്ടികൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഒരുവിധം ഒരു 3-4 വയസ്സാകുമ്പോൾ തന്നെ സാഹിത്യാദി കലകളിൽ അവരെന്തെങ്കിലും ഒന്നീ ചിത്രരചന അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കുക അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ പാട്ട് പാടുക, ഇതൊക്കെ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് ഇതിനെല്ലാം ഉള്ള ഒരു കഴിവ് അവർ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു. അതിനാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ചില ചോദ്യ നക്ഷത്രക്കാരുടെ കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി വരാൻ ഒരു സാധ്യത ഉണ്ടാകുന്നു. അത് കുട്ടി ജനിച്ചത് കൊണ്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ആകരുത്, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മുതിർന്നവരുടെ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെയോ ഒക്കെ ജാതകം പരിശോധിച്ചാൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സമയം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടിയുടെ ജനനം കൊണ്ട് ആർക്കും ദോഷം വരുന്നില്ല. ഈ ബാല്യകാലം സാമാന്യം നല്ലതാണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുമായതിനാൽ കുടുംബത്തില് ഒരു മോഷ്ടാവ് കയറി മോഷണം നടത്തി വിലപ്പെട്ട പലതും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട രേഖകൾ എവിടെയെങ്കിലും പോയി മറന്നു വെച്ച് പോകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജലാശയങ്ങളിൽ ഈ കുട്ടി ഇറങ്ങി കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ഈ ജലത്തിൽ ഒരു അപകടമുണ്ട്. അതുകൊണ്ട് സുരക്ഷാ നടപടികൾ, അതായത് ജാക്കറ്റ് പോലുള്ള ലൈഫ് ബോയ് ജാക്കറ്റ് പോലുള്ള ഉപയോഗിച്ച് ഈ കുട്ടിക്ക് നീന്താൻ സ്വിമ്മിങ് അക്കാഡമിയിലോ അതൊക്കെ പഠിക്കാവുന്നതാണ്. അതൊന്നും പ്രശ്നമല്ല, സുരക്ഷാ നടപടി സ്വീകരിക്കണം എന്ന് മാത്രം. ചിലർക്ക് അന്യദേശവാസമാണ് ഈ സമയം കാണുന്നത്. അച്ഛനമ്മമാരുടെ ജോലി
സ്ഥലം സംബന്ധിച്ച് ഉള്ള വിദൂര സ്ഥലത്തായിരുന്നാൽ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു. വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് തടസ്സം കാണുന്നില്ല, തുടർന്ന് പോകുന്നതിനും ഒരു തടസ്സം കാണുന്നില്ല. ഈ സമയം ആയുധങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. സിനിമയിലും നാടകത്തിലും തൻ്റെതായിട്ടുള്ള കഴിവുകൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടിക്ക് തെളിയിക്കുന്നതിന് സാധിക്കുന്നു. കുടുംബത്തിൽ ഭൂസ്വത്ത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ വില കൊടുത്ത് വാങ്ങുന്ന ഭൂമിയായിരിക്കാം, അതല്ലെങ്കിൽ കുടുംബ ഷെയർ പാകം വെച്ച് കിട്ടുന്നതും ആയിരിക്കാം. കുടുംബത്ത് എന്തായിരുന്നാലും ഒരു ഭൂമി വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. 15 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസം, അതായത് വേർതിരിഞ്ഞ വിദ്യാഭ്യാസം, സാങ്കേതികപരമായിട്ടൊക്കെ വേർതിരിഞ്ഞ വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള ഒരു യോഗവും അവർക്ക് കാണുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം യാതൊരു തരത്തിലും തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അത് തൊഴിലിൽ മികച്ച ഇവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട്. ഇവർക്ക് ഇതിൽ ചിലർ തന്നെ ചെറുപ്രായത്തിലെ തന്നെ വിവാഹിതരാകുന്നതിനും ഒരു സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം കാണുന്നുണ്ട്. ഒരു മാനഹാനി വരുവാൻ ഈ സമയം ഒരു സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു ഇടപാടും ഉണ്ടാകരുത്. ജാഗ്രതയായിരിക്കണം. ചിലർക്ക് ധാരാളം ഭൂമിയും മറ്റു സ്വത്തുക്കളും ലഭ്യമാകുന്ന ഒരു സമയവും കൂടിയാണ് ഇപ്പോഴിവിടെ. ചിലർക്ക് ആദ്യത്തെ ഭാര്യയെ പിന്നെ വേണമെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തിയിട്ട് പിന്നെ ഒരു വിവാഹം കഴിക്കുന്നതിനും കൂടി ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ യോഗം കാണുന്നുണ്ട്. പക്ഷേ അന്ന് മുതൽ ഇവർക്ക് പല കഷ്ടതകളും തുടങ്ങുന്നതായിട്ടും ജാതകത്തിൽ കാണാൻ സാധിക്കുന്നു. അതിനാൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കലകളിലും മറ്റു സാംസ്കാരിക വേദികളിലും ധാരാളം അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമൂലം അവർക്ക് ധാരാളം സമ്പത്ത് നേടാൻ സാധിക്കുന്നു. ഉത്തമമായ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിന് സാധിക്കുന്നു. അന്യദേശത്തുള്ളവരിൽ നിന്നും ധാരാളം സമ്പത്ത് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ വിദേശ പ്രോഗ്രാമൊക്കെ നടത്തി അവിടെ നിന്നായിരിക്കും കൂടുതൽ സമ്പത്ത് ഉണ്ടാവുക. 31 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ഇവർക്ക് ശ്രദ്ധിക്കുന്നവർക്ക്, അത് അശ്രദ്ധ കാണിക്കാതെ അവർക്ക് നല്ല രീതിയിൽ അവർ ജോലി ചെയ്യുന്നവർക്ക് 100% അഭിവൃദ്ധി അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അശ്രദ്ധ കാണിക്കുകയോ അല്ലെങ്കിൽ പകുതി മനസ്സോടെ അവരെ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയധികം നഷ്ടങ്ങളും ദോഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും സംരംഭങ്ങൾ നടത്തുന്ന ആളായിരുന്നാലും കലകളിലുള്ളതായിരുന്നാലും ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥത കൃത്യനിഷ്ഠതയോടെ ഏകാഗ്രമായി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചിലർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുന്നു. പൊതുപ്രവർത്തനം വഴി അവർക്കൊരു നേതാവാകാൻ സാധിക്കുന്നു. നല്ലൊരു നേതാവ് അവരുടെ ഉള്ളിലുണ്ട്. മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ചില ആപത്തുകളൊക്കെ വരുന്നതിന് ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ശ്രമിച്ചാൽ ധാരാളം ധനലാഭം ഉണ്ടാക്കാം. ഈ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. 31 വയസ്സ് മുതൽ 50 വയസ്സ് വരെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ധനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. കാരണം ഇവരെ ഒരു കലാകാരനും ഒറ്റ ആയിരിക്കും ഇതിന് കൂടുതലും വരുന്നത്. അവർക്കെല്ലാം പല മാർഗങ്ങളിൽ കൂടി അവർക്ക് ധനം ഉണ്ടാക്കാൻ സാധിക്കും. ധനം ഉണ്ടാക്കാമെന്നുള്ള ആ സമയത്ത് മാത്രമേ ധനം ഉണ്ടാക്കാൻ സാധിക്കൂ. തൊഴിൽ സംബന്ധമായി അധ്വാനം ഈ സമയം കൂടുതലായിരിക്കും. എങ്കിലും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാം. ചില രോഗങ്ങൾ വരാം. കൂടുതലും വയർ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് വരാൻ സാധ്യത. ഈ ഭക്ഷണങ്ങൾ ഒരു കൃത്യനിഷ്ഠ ഇല്ലാണ്ട് കഴിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട് നിർമ്മിക്കുന്നതിനും ഒരു വാഹനം വാങ്ങുന്നതിനൊക്കെ ഇവർക്ക് ഈ സമയം യോഗം കാണുന്നുണ്ട്. കൃഷി മേഖലയിലുള്ളവർക്ക് ഈ കാലം വളരെയധികം നേട്ടങ്ങളുള്ളതാണ്. അതായത് തോട്ടപരമായി തോട്ടങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ആ കാർഷിക മേഖലയിൽ നിന്നും ധാരാളം ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇതിൽ ചില ആൾക്കാർക്ക് പ്രമേഹ രോഗം ഉണ്ട്. അവർ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് കുറച്ചൊന്ന് കരുതലെടുക്കുന്നത് നല്ലതായിരിക്കും. 50 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് ശത്രുക്കളെയും അസൂയാലുക്കളെയും ഈ സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പ്രമേഹമുള്ളവർ ഇവിടെയും ഈ സമയത്തും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കൃത്യമായ വൈദ്യപരിശോധനയും മരുന്നോ ഇഞ്ചക്ഷൻ ആണെങ്കിൽ അതൊക്കെ അവർ ഉപയോഗിക്കേണ്ടതാണ്. തൊഴിലിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. സർക്കാരിൽ നിന്നും പല നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരുവിധം നല്ല രീതിയിൽ പോകുന്ന ഒരു കാലമാണ്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം. നല്ല നല്ല മിത്രങ്ങളെ കിട്ടാം. കലാസാഹിത്യാദി രംഗങ്ങളിലുള്ളവർക്ക് അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്.
ഈ സമയത്തും അവർക്ക് പുതിയ വാഹനവും വീടും വാങ്ങുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ധർമ്മകാര്യങ്ങളിൽ കൃത്യമായി ചെയ്യുക, ദാനാദിധർമ്മങ്ങളും പൂജകളും പ്രാർത്ഥനകളൊക്കെ മതപരമായ ചടങ്ങുകൾ കൃത്യമായി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ധനപരമായി ഒരു അച്ചടക്കം പാലിക്കുന്നതും ഈ സമയം നല്ലതാണ്. ആരോഗ്യപരമായി മെച്ചപ്പെട്ട ഒരു കാലമാണ്. വിദ്വൽ സദസ്സുകളിൽ നിന്നും അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് പല ഗുണങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. 67 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് വസ്തുവകകളിൽ തർക്കമുണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. കേസും ഒക്കെ നടക്കുന്നതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അവർ ഒഴിയാത്തതായിരിക്കാം, അല്ലെങ്കിൽ കടയോ കടമുറിയോ അപ്പാർട്ട്മെന്റ് ഒക്കെ വാടകയ്ക്ക് കൊടുത്തോ ലീസിന് കൊടുത്തിട്ട് അവർ ഇറങ്ങാതെ അത് സംബന്ധിച്ചൊരു കേസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം. അല്ലെങ്കിൽ അതിര് തർക്കങ്ങളായിരിക്കാം വസ്തു സംബന്ധിച്ചത്. ഇതെല്ലാവരും ഒരു സിവിൽ കേസാണ് കൂടുതലും വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഈ സമയം നിങ്ങളുടെ വസ്തു വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ, വീടായിരുന്നാലും എല്ലാം വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ എല്ലാം എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ നടത്തുന്നതിലേക്ക് വേണ്ടി. അതിന്റെ മുന്നാധാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ലീഗൽ അഡ്വൈസറെ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം നിങ്ങൾ. കാരണം ഇവിടെ ഒരു ചതി നടക്കാനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ ധാരാളം ഭൂമി ഇവർക്ക് കൈവശം വരുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ ഇവർക്ക് ബന്ധുക്കളിൽ ചിലർക്ക് നിങ്ങളോട് വിരോധം വരുന്നതിനും ശത്രുതാ മനോഭാവം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും നല്ല നിക്ഷേപ പദ്ധതികളാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആദായം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കോടതികളിൽ കേസുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിജയിക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ വ്യാപാരം സംബന്ധിച്ച് ഇതിൽ ചില ആൾക്കാർ അന്യദേശത്തേക്ക് പോകുന്നതിനും അവിടെ വ്യാപാര ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനും സാധിക്കുന്നു. 74 വയസ്സിന് മുകളിലോട്ടുള്ള ചോതി നക്ഷത്രക്കാർക്ക് അവർക്ക് ചില അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള ബഹുമതികളൊക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഇവർക്ക് ധാരാളം നേട്ടങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. മുൻകാലത്ത് ചതിവിലും വഞ്ചനയിലും അകപ്പെടാതെ ശ്രദ്ധിച്ചവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായി വളരെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് പുതിയ ഒരു താമസ സ്ഥലത്തേക്ക് മാറേണ്ടതായിട്ട് വരുന്നുണ്ട്. വളരെ സുന്ദരമായ ഒരു കാലഘട്ടമാകുന്നു. മനസമാധാനവും സന്തോഷവും ലഭ്യമാകുന്നു. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. വ്യാപാരികൾക്കും വ്യവസായികൾക്കും നേട്ടമുള്ള ഒരു സമയവും കൂടിയാണ്. മികച്ച രീതിയിലുള്ള വാഹനം ലഭ്യമാകാനായിട്ടും ഇവർക്ക് ഈ സമയത്തും അവർക്ക് യോഗം കാണുന്നുണ്ട്. സൂര്യനും ബുധനും കേതുവും കൂടി ഈ 3 ഗ്രഹങ്ങളും ചിങ്ങരാശിയുടെ യോഗം ചെയ്തു നിൽക്കുന്നതിനാല് ഈ യോഗത്തിന് എത്രയും ഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. ഈ യോഗം മൂലം ഒരു സമ്മിശ്ര ഫലങ്ങളാണ് ലഭിക്കുക. അതായത് ഗുണദോഷമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. ഈ കരിയർ, ബിസിനസ് എന്നിവയിൽ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പുതിയ രീതിയിൽ നടപ്പിലാക്കാൻ പോകുമ്പോൾ ആദ്യം ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. വാദം, പിത്തം, കഫം മുതലായവയുടെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലമുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം, അതായത് ഡിപ്രഷൻ പോലുള്ള മനോവിചാരമുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ആത്മവിശ്വാസവും അതുപോലെ തന്നെ അവർക്ക് പ്രതാപവും ഒക്കെ വർദ്ധിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ കേതുവിന്റെ ഒരു സ്വാധീനം മൂലം ചിലർക്ക് ഈഗോ വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. സൂര്യൻ ക്ഷേത്രബലത്തിൽ നിൽക്കുമ്പോൾ സമൂഹത്തിൽ അംഗീകാരവും അധികാരവും നേതൃത്വ സ്ഥാനവും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സൂര്യനും കേതുവും കൂടി ചേരുക ലൗകിക സുഖങ്ങളിൽ നിന്ന് പിന്മാറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ആഡംബരത്തിൽ നിന്ന് പിന്മാറി അത് ഒരു മാസമെങ്കിൽ ഒരു മാസം അത് ആത്മീയ ചിന്തകളിലേക്കും തത്വചിന്തകളിലേക്കും ഒഴുകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ബുധനും കേതുവിനോടും കൂടി ബുധൻ കേതുവും കൂടി യോജിക്കുമ്പോൾ ഒരു യോഗം വരുമ്പോൾ അവിടെ വരുന്നത് വിശകലന ശേഷി കൂടുകയാണ് ചെയ്യുന്നത്. ഇത് ഗുണവും ദോഷവും ചെയ്യുന്നു. കാരണം നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതിലുപരി എല്ലാ കാര്യങ്ങളും വളരെ സസൂക്ഷ്മം കീറിമുറിച്ച് അതിനെ പഠിക്കുന്നതിനാൽ ആ ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, മനസ്സിനൊരു ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഇതുമൂലം ചില ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം എന്നാണ് കാണുന്നത്.
ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.